ഹലോ ട്രാവൽ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നവരാത്രിയൊക്കെയല്ലേ, അപ്പോൾ മോന് സ്കൂൾ 10 ദിവസത്തേക്ക് അവധിയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു ട്രാവൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ദസറ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ പതിവ് പോലെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 6:30-ക്കാണ് അവിടുന്ന് ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ കൂടുതലും കൃഷ്ണഗിരിയിലെ A2Bയിൽ തന്നെയാണ് കയറാറുള്ളത്. എപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടാവാറ്. ഇപ്രാവശ്യം അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സെൽഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ പോയി ടോക്കണൊക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ വാങ്ങി കഴിക്കുമ്പോഴേക്കും അരമണിക്കൂർ അങ്ങനെ പോയി കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് മിനി ടിഫൻ ആയിരുന്നു. അതിലൊരു ചെറിയ മസാല ദോശ, പിന്നെ ഇഡ്ഡലി, 3 തരം ചട്നി, സാമ്പാർ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട, പൊങ്കൽ, കേസരി അതൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മിനി ടിഫിന് 140 രൂപയാണ് റേറ്റ് വന്നത്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഈ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ധർമ്മപുരി എത്തി. ഞങ്ങൾ ആദ്യം മേട്ടൂർ വഴി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ ഡയറക്റ്റ് ധർമ്മപുരി, സേലം, ഈറോഡ് അങ്ങനെ തന്നെയാണ് പോയത്. ധർമ്മപുരി, സേലം ഭാഗമൊക്കെ എത്തുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് വലിയൊരു ട്രക്കിൽ വെള്ള കളറിൽ വലിയൊരു സംഭവം കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഇതെന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ പല വട്ടം ഈ വഴിക്ക് പാസ് ചെയ്ത് പോയിട്ടും അപ്പോഴും കാണാറുണ്ട്. പിന്നെയാണ് മനസ്സിലായത് ഇത് വിൻഡ് മിൽസിൽ ഉപയോഗിക്കുന്ന, അതായത് വിൻഡ് മിൽസിൻ്റെ വിൻഡ് ടർബൈൻ ബ്ലേഡ് ആണെന്നുള്ളത്. റോഡ് വർക്ക്സ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇപ്പോൾ വീട്ടിലെത്താനുള്ള സമയം കാണിക്കുന്നത് 4:45. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3:30 സമയം കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ ഒരു 4-4:30 ആകുമ്പോൾ വീട്ടിലെത്താറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ലേറ്റായി. ഞങ്ങളിപ്പോൾ സേലം കഴിഞ്ഞു. നിങ്ങൾക്ക് ടോൾ ഡീറ്റെയിൽസ് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടോളിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം. വേണ്ടവരെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. നമ്മളിനി പാലക്കാട് നിന്നേ ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെയും കൊത്തി കുറയ്ക്കാനായിട്ട് കുറച്ച് പോപ്കോണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒക്കെ തീർന്നു തുടങ്ങി. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ 2-3 വട്ടം വണ്ടി നിർത്താറുണ്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്രാവശ്യം റോഡ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ അധികം അവിടെ ഇവിടെ നിർത്തുന്നില്ല. ഡയറക്റ്റ് ഇനി പാലക്കാട് നിന്നാണ് ഫുഡ് കഴിക്കുന്നത്.
ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പാലക്കാടുള്ള റൈസ് ബൗളിലാണ് കയറിയത്. ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റൊക്കെ കിട്ടിയത്. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത്. മീൽസൊക്കെ വേഗം കിട്ടി, അധികം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. പല കൂട്ടം കറികളും പിന്നെ പരിപ്പ് പായസവും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നൂഡിൽസും മാന്തൽ ഫ്രൈ, തവ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മാന്തൽ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാന്തൽ എന്ന് പറയുമ്പോൾ ഈ പട്ടത്തി മാന്തലാണേ. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഇറങ്ങി. നല്ല മഴക്കാറുണ്ടായിരുന്നു. വീട്ടിലെത്താൻ 6:15 സമയം കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുതിരാനെത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ ചാറി തുടങ്ങി. അപ്പോൾ ഇനി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ട്രാവൽ വീഡിയോസ് തന്നെയാണ് ചെയ്യാറ്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരും കാണാനും ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.